രാമസേതുവിനെക്കുറിച്ച് നമ്മൾ പുരാണ കഥകളിൽ കേട്ടിട്ടുള്ളതാണ്. ആദാമിൻ്റെ പാലം എന്നറിയപ്പെടുന്ന രാമസേതു ഇന്ത്യയുടെ തെക്കുകിഴക്കൻ തീരത്തുള്ള രാമേശ്വരത്തിനും ശ്രീലങ്കയുടെ വടക്കു പടിഞ്ഞാറൻ തീരത്തുള്ള മാന്നാർ ദ്വീപിനുമിടയിൽ 48 കിലോമീറ്റർ ചുണ്ണാമ്പുകല്ലുകളുടെ പരിധിയിലാണുള്ളത്. ഹിന്ദു മുസ്ലിം മതങ്ങളുടെ പുരാണങ്ങളിൽ ഈ പാലത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്നത് പ്രത്യേകത. ലങ്ക കടക്കാനും രാവണനോട് യുദ്ധം ചെയ്യാനും ശ്രീരാമനും സൈന്യവും നിർമ്മിച്ച പാലമെന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. ഇസ്ലാം ഐതിഹ്യം അനുസരിച്ചിട്ട് ആദമിലേക്കെത്താൻ ഈ പാലം ഉപയോഗിച്ചുവെന്നും പറയപ്പെടുന്നു. പവിഴപ്പുറ്റുകളിലെ മണൽ ട്രാപ്പിങ്ങും ടെക്നോളജിക്കൽ ചലനവും ചേർന്ന് രൂപം കൊണ്ട പ്രകൃതിദത്ത ഘടനയാണ് രാമസേതു എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. എന്തായാലും ആധുനിക കാലത്ത് ഇങ്ങനെയൊരു പാലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്തവർ കുറവാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഗതാഗതത്തിനും ടൂറിസത്തിനുമൊക്കെ ഏറെ സാധ്യത കൽപ്പിക്കുന്ന ഇങ്ങനെയൊരു പാലം യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിച്ച് പാലം നിർമ്മിക്കുന്നതിൻ്റെ സാധ്യതാ പഠനം അവസാന ഘട്ടത്തിലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രംസിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സാധ്യതാ പഠനത്തിൻ്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയെന്നും അന്തിമഘട്ട പഠനം ഉടൻ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇന്ത്യയിലെത്തിയ വിക്രം സിംഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. അടുത്ത ആഴ്ച ശ്രീലങ്ക സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ശ്രീലങ്കൻ അധികൃതർ ഇതടക്കമുള്ള സുപ്രധാന വിഷയങ്ങൾ ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലെ ട്രിങ്കോമാലി, കൊളംബോ തുറമുഖങ്ങൾ എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ശ്രീലങ്ക മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാട്ടിലെ രാമേശ്വരത്തു നിന്നും തലൈമന്നാറിലേക്ക് പോകുന്ന പാലത്തിന് 23 കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. പാക് കടലിന് കുറുകെ വാഹനങ്ങൾ പോകാനുള്ള റോഡിനും റെയിൽവേ ലൈനിനുമാണ് വിഭാവനം ചെയ്യുന്നത്. 40,000 കോടി രൂപ ചിലവാക്കുമെന്ന് കണക്കാക്കുന്ന പദ്ധതിക്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അടക്കമുള്ളവർ സാമ്പത്തിക സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പാലം പണി പൂർത്തിയായാൽ ശ്രീലങ്കയുടെ ഊർജ്ജ, വിനോദസഞ്ചാര, സാംസ്കാരിക മേഖലകളിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്കു നീക്കം വ്യോമ, കപ്പൽ മാർഗത്തിലൂടെയാണ് സാധ്യമാകുന്നത്. പാലം വരുന്നതോടെ ചരക്കു നീക്കം സുഗമവും ചെലവ് കുറഞ്ഞതുമാകും. ഇത് കൂടുതൽ നിക്ഷേപങ്ങൾക്ക് ആകർഷിക്കുന്ന തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ഏറ്റവും കടുത്ത നയതന്ത്ര പങ്കാളിയായിരുന്ന ശ്രീലങ്ക അടുത്തിടെ ചൈനയുമായി കൂടുതൽ അടുക്കുന്നത് ഇന്ത്യ ആശങ്കയോടെയാണ് കാണുന്നത്. ഇത്തരമൊരു പദ്ധതി സാധ്യമായാൽ ശ്രീലങ്കയെ കൂടെ നിർത്താൻ സാധിക്കുമെന്നും കണക്കുകൂട്ടുന്നു. ഇരു രാജ്യങ്ങളെയും വേർതിരിക്കുന്നത് പാക് കടലിന് കുറുകെ പാലം നിർമ്മിക്കുന്നതിനും പാരിസ്ഥിതികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതുണ്ട്. പദ്ധതി പരിസ്ഥിതിയെ ദ്രോഹിക്കില്ലെന്നത് ഉറപ്പാക്കുന്ന പഠനങ്ങൾ അത്യാവശ്യമാണ്. മേഖലയിലെ കാലാവസ്ഥയും പാലം നിർമ്മാണത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്.